ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു സിയാം സബഖ് 35. വലാ അലാമൻ വന്നൽ ലൈല വഖ്തൽ ജിമാഇ. ജിമാഇൻ്റെ സമയത്ത് രാത്രിയാണ് എന്ന് ഭാവിച്ചവൻ്റെ മേലും കഫാറത്തില്ല. എന്നിട്ട് ഫബാന നഹാറൻ, അപ്പോൾ അത് പകലാണെന്ന് വെളിവാകുകയും ചെയ്തു. അങ്ങനത്തെ മേലും കഫാറത്ത് നിർബന്ധമില്ല. അപ്പോൾ രാത്രിയാണ് എന്ന് വന്ന് ചെയ്തുകൊണ്ടാണ് അവൻ ജിമാ ചെയ്തത്. അപ്പോൾ ആ വന്ന് കൊണ്ട് എന്താവില്ല, കഫാറത്ത് നിർബന്ധമില്ല. പിന്നെ രാത്രിയെ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ മോനിയുടെ തൊഫയുടെ കിബാറത്തോടെ കിങ്ങപ്പാറസ എഴുതി ഐ ബഖാഅഹു, രാത്രി ഇനി ബാക്കിയുണ്ട് എന്ന് ഭാവിച്ചു. അല്ലെങ്കിൽ ഔ ശക്ക ഫീഹി, അല്ലെങ്കിൽ രാത്രി ആണോ അല്ലയോ എന്ന് സംശയിച്ചു. ഔ ലന്ന, അല്ലെങ്കിൽ ഊഹിച്ചു. ബിജിത്തിഹാദി, അവൻ്റെ ഇജിത്തിഹാദ് കൊണ്ട് എന്തിന് സംശയിച്ചു അല്ലെങ്കിൽ ഊഹിച്ചു. ദുഖൂലഹു, ആ രാത്രി പ്രവേശിച്ചു എന്നതിനെ ഊഹിച്ചു. എന്നിട്ട് ഫബാന ജിമാ ഉഹു നഹാറൻ, അപ്പോൾ അവൻ്റെ ജിമാ പകലിലായിരുന്നു എന്ന് വ്യക്തമായി. എന്നാൽ അവിടെ കഫാറത്തില്ല. കാരണം ലിന്തിഫാ ഇൽ ഇസ്മി, ഇവിടെ കുറ്റം ഇല്ലാത്തതിന് വേണ്ടി. അപ്പോൾ ആ ജിമാ കൊണ്ട് അവൻ കുറ്റക്കാരനായില്ല എന്നാണ് മോനിയുടെ നിഹായുടെ ഒക്കെ ഇബാറത്ത്. അങ്ങനെയാണ് അവിടെ ശരി പറയുന്നത്. ആദമി ഇസ്മിഹി, അവന് കുറ്റമില്ലാത്തത് കൊണ്ട് ഇവിടെ കഫാറത്ത് നിർബന്ധമില്ല. ഖാലൽ ഇമാമു, ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലാഹ് പറഞ്ഞു, വമൻ ഔജബൽ കഫാറത്ത ബി ജിമാഇൻ നാസി, മറന്നുകൊണ്ട് ജിമാ ചെയ്യുന്ന മസ്അല നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ മേലിൽ കഫാറത്തില്ല എന്ന് പറഞ്ഞു. അവിടെ പിന്നെ മറന്നുകൊണ്ട് ജിമാ ചെയ്യുന്നത് കഫാറത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ആ പറഞ്ഞവരുടെ അഭിപ്രായം അനുസരിച്ച് അവർ യൂജിബുഹ, അവരെന്ത് ചെയ്യുന്നു, ആ കഫാറത്തിനെ നിർബന്ധമാക്കുന്നു. ഹുന, ഇവിടെയും അവർ കഫാറത്തിനെ നിർബന്ധമാക്കുന്നു എന്നാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നത്. കാരണം എന്താ, ലി തഖ്സീരി ഫിൽ ബാസി, ഇവൻ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് വേണ്ടി എന്ന്. ഇവിടെ മേളിലും അവിടെ പറഞ്ഞിരുന്നതിൽ ഇന്തിസാബിഹി ല തഖ്സീരിഹി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ അന്വേഷണത്തിൽ അവൻ പിന്നെ വീഴ്ച വരുത്തിയതിന് വേണ്ടി ഇവിടെ കഫാറത്ത് നിർബന്ധമാണ് എന്നാണ് അവിടെ മറന്നുകൊണ്ട് ജിമാ ചെയ്യുന്നവൻ്റെ അടുക്കൽ കഫാറത്ത് നിർബന്ധമാക്കിയവർ പറയുന്നത് എന്നാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നത്. ഇനി വലോ വന്ന ഉറൂബ ശംസി, ഇനി സൂര്യൻ അസ്തമിച്ചോ എന്നതിനെ ഭാവിച്ചു. സൂര്യൻ അസ്തമിച്ചു എന്നതിനെ ഭാവിച്ചു. എന്നിട്ട് ഫജാമ, എന്നിട്ട് അവൻ ജിമാ ചെയ്തു. അപ്പോൾ ഫബാന ഖിലാഫു, അങ്ങനെ എന്ത് ചെയ്തു, ആ ഭാവിച്ചതിൻ്റെ ഖിലാഫ് വെളിവായി. എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അപ്പോൾ ഫഫി തഹദീബി, അപ്പോൾ ആ മസലയിൽ തഹദീബിൽ ഉണ്ട്. പിന്നെ പോയിരിഹി, തഹദീബ് അല്ലാത്തതിലും. ഷിറാസി ഇമാമിൻ്റെ ആണല്ലോ തഹദീബ്. പിന്നെ അല്ലാത്തതിലും ഉണ്ട്. അന്നഹു, എന്താണ്, അന്നഹു ലാ കഫാറത്ത, അവന് കഫാറത്ത് ഇല്ല എന്നതാണ് അവിടുത്തെ മസ്അല. കാണില്ല അന്നഹ, കാരണം ആ കഫാറത്ത് തസ്കുത്തു, അത് ഒഴിവാകും. ബി ശുബ്ഹത്തി, ശുബ്ഹത്ത് കൊണ്ട് ഒഴിവാകും. അപ്പോൾ ഇവിടെ പിന്നെ പകൽ ഉറൂബ ആയോ എന്ന്, അസ്തമിച്ചോ എന്ന് ഭാവിച്ചിട്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു ശുബ്ഹത്താണ്. അപ്പോൾ ആ ശുബ്ഹത്തിൻ്റെ വത്താണ് അവിടെ അപ്പോൾ നടന്നത്. അതുകൊണ്ട് പിന്നെ കഫാറത്ത് അതുകൊണ്ട് ഒഴിവാകുമെന്നതാണ്. ഖാല റാഫിഉ, റാഫി ഇമാം പറഞ്ഞു, വഹാദ, ഈ കഫാറത്ത് ഒഴിവാകും എന്ന് പറഞ്ഞത് യംബഴി, അനിവാര്യമാണ്, അയ്യക്കൂന, ആ മസ്അല ആകല, കഫാറത്ത് ഒഴിവാകുക എന്നത് ആകല് മുഫറഅൻ അലാ തജ്വീസിൽ ഇഫ്താരി ബിൽ വന്നി, വന്നുകൊണ്ട് നോമ്പ് തുറക്കൽ ജായിസാണ്, ജായിസാക്കുന്നതിൻ്റെ മേൽ തഫ്രീ ആക്കപ്പെട്ടതാകൽ അനിവാര്യമാണ്. കാരണം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, നോമ്പ് തുറക്കണമെങ്കിൽ ഇഫ്താർ ഉറൂബായെന്ന് തഹഖുഖാകണം. അപ്പോൾ ആ ഉറപ്പായതിനു ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നോമ്പ് തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ വന്നുകൊണ്ട് നോമ്പ് തുറക്കൽ ജായിസാക്കിയവരുണ്ട്. അപ്പോൾ ആ ജായിസാക്കിയ അതിൻ്റെ മേൽ തഫ്രീ ആയിട്ടെടുക്കണം ഈ മസ്അലയെ. ഇവിടെയും എന്താണ്, സൂര്യൻ അസ്തമിച്ചോ എന്ന് ഭാവിച്ചിട്ട് ജിമാ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മേൽ തഫ്രീ ആക്കപ്പെട്ട മസ്അലയായിട്ട് പറയണം ഇതിനെ എന്നാണ് റാഫി ഇമാം പറയുന്നത്.
ഇനി ഇല്ല, ഇനി അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മേൽ തഫ്രീആയിട്ട് എടുക്കുന്നില്ല എങ്കിൽ അപ്പോൾ ഫതജിബുൽ കഫാറത്തു, അപ്പോൾ എന്താണ് കഫാറത്ത് നിർബന്ധമാകുക എന്ന് തന്നെയാണ് റാഫി ഇമാമിൻ്റെ അഭിപ്രായം. എന്തിനു വേണ്ടി? വഫാ അംബിൽ ലാബിത്തിൽ മദ്കൂരി, പറയപ്പെട്ടതായ ലബത്തിൻ കൊണ്ട് ആ ലബത്തിനെ പൂർത്തീകരിച്ചിട്ട്. എന്തിന് എവിടെ പറയപ്പെട്ടു? അവൽ ഫസലി, ഫസലിൻ്റെ തുടക്കത്തിൽ പറയപ്പെട്ടു. എന്തിന് പറയപ്പെട്ടു? ലിമാ യൂജിബുഹ, ആ കഫാറത്ത് നിർബന്ധമാകുന്ന ഒന്നിനിക്ക് പിന്നെ പറയപ്പെട്ടതായ ലബത്ത്, ആ ലബത്തിനെ പൂർത്തീകരിച്ചതിന് വേണ്ടി പിന്നെ കഫാറത്ത് നിർബന്ധമാണ്. എന്താണ് തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, തജ്ബിൽ കഫാറത്ത് ബി ഇഫ്സാദി സൗമി യോമി മിൻ റമളാന ബി ജിമാ ഇൻ അസിബ ബി സബബി സൗമി. അപ്പം എന്ത് ഇത് ഫസലിൻ്റെ തുടക്കത്തിലവിടെ പറഞ്ഞല്ലോ. അപ്പം സൗമിൻ്റെ കാരണം കൊണ്ടുള്ള ഇവൻ പിന്നെ കുറ്റക്കാരനാകുന്ന ജിമാ, ആ ജിമാ കൊണ്ട് ഇവിടെ നോമ്പിനെ പാസ്സാതാക്കിയെന്ന് വരും. കാരണം ഉറുബാകും എന്ന് ഉറപ്പായില്ലല്ലോ. അപ്പോൾ ഉറപ്പാകാത്തത് കൊണ്ട് അപ്പോൾ അവൻ ഇവിടെ ചെയ്ത ജിമാ നേരത്തെ പറഞ്ഞ പോലെ അതെന്താണ്? കുറ്റക്കാരനാകുന്ന ജിമാ ആണ്. അപ്പോൾ നോമ്പ് നിർബന്ധമാകും. ആ പറഞ്ഞ മസാലയുടെ മേൽ തഫ്രീആയിട്ട് ഇതിനെ എടുത്തില്ലെങ്കിൽ എന്താകും? ഇവിടെ സൂര്യൻ അസ്തമിച്ചു എന്ന് വന്ന് ചെയ്തിട്ട് ജിമാ ചെയ്താൽ അവിടെ കഫാറത്ത് നിർബന്ധമാകുമെന്നാണ് റാഫി ഇമാം പറയുന്നത്. നേരെ മറിച്ച് ലന്ന് കൊണ്ട് ഇഫ്താർ ജായിസാകും എന്ന ആ അഭിപ്രായത്തിന്മേൽ തഫ്രീആക്കി പറയുകയാണെങ്കിൽ അപ്പം എന്തില്ല, കഫാറത്ത് നിർബന്ധമാകൂല, സാക്കിത്താക്കും എന്ന് വെക്കാം. ഇല്ലെങ്കിൽ അവൻ ഇവിടെ എന്ത് ചെയ്യും? കുറ്റക്കാരനാകും. കാരണം തഹഖുഖായില്ല, ഉറപ്പായില്ലല്ലോ. ഉറപ്പാകാതെ പിന്നെ ചെയ്തപ്പോൾ അപ്പോൾ കുറ്റക്കാരനായി. അപ്പം പിന്നെ കഫാറത്ത് നിർബന്ധമാകും. ഇനി വലാ അലമൻ ജാമ ആമിദൻ, മനഃപൂർവ്വം ജിമാ ചെയ്തവൻ്റെ മേലും കഫാറത്ത് നിർബന്ധമില്ല. എപ്പോൾ ജിമാ ചെയ്തു? ബാദൽ അഖിലി, നോമ്പിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മനഃപൂർവ്വം ജിമാ ചെയ്തു. എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്? നാസിയൻ, മറന്നുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. മറന്നവനായ നിലയിൽ ഭക്ഷണം കഴിച്ചു. നോമ്പാണെന്ന് പിന്നെ അങ്ങ് മറന്നു, എന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെന്ത് ചെയ്തു? മനഃപൂർവ്വം ജിമാ ചെയ്തു. അപ്പം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് വലന്ന, അവൻ ഭാവിച്ചു, അന്നഹു അഫ്തറ ബിഹി, ആ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഇവൻ്റെ നോമ്പ് മുറിഞ്ഞു എന്ന് അവൻ ഭാവിച്ചു. കാരണം മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ലല്ലോ. അപ്പം ഇവൻ എന്ത് ചെയ്തു? അങ്ങനെ മറന്നു ഭക്ഷണം കഴിച്ചപ്പോൾ ഇവൻ്റെ നോമ്പ് മുറിഞ്ഞു എന്നങ്ങ് ഇവൻ ലന്ന് ചെയ്തു. അങ്ങനെ ലന്ന് ചെയ്തിട്ടാണ് മനഃപൂർവ്വം എന്ത് ചെയ്തു? ഇനിയിപ്പോൾ അവന് നോമ്പില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ ജിമാ ചെയ്തു. അങ്ങനെ ജിമാ ചെയ്തവൻ്റെ മേൽ എന്തില്ല? കഫാറത്തില്ല. ഇൻകാനൽ അസഹു, അസഹ ആണെങ്കിലും ശരി, എന്ത് ബുത്ലാന സോമിഹി, അവൻ്റെ നോമ്പ് ബാത്തിലാകും എന്നതാണ് അസഹ് എങ്കിലും. എന്തുകൊണ്ട്? ബിൽ ജിമായി, ഈ ജിമാ ചെയ്തുകൊണ്ട് നോമ്പ് കൂടെ ബാത്തിലായി. അല്ലാതെ ആ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല നോമ്പ് ബാത്തിലാകുന്നത്. ആ ഭക്ഷണം കഴിച്ചപ്പോൾ നോമ്പ് മുറിഞ്ഞുപോയി എന്ന് ഭാവിച്ചിട്ട് മനഃപൂർവ്വം ചെയ്ത ഈ ജിമാ കൊണ്ട് ഇവിടെ നോമ്പ് ബാത്തിലാകുമെങ്കിലും ശരി, ഇവൻ എന്ത് ചെയ്യില്ല? കഫാറത്തോടെ നിർബന്ധമില്ല. കാരണം അന്നഹു, അവൻ അവൻ ജിമാ ചെയ്ത് ഏത് നിലയിലാണ്? വഹുവ യഅ്തഖിദു, അവൻ വിശ്വസിക്കുന്നു, അന്നഹു ഗൈറു സായിമിൻ, അവൻ സായിമല്ല, നോമ്പുകാരനല്ല എന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ജിമാ ചെയ്യുന്നത്. അപ്പോൾ ഫലം യസിം ബിഹി, അപ്പോൾ ആ ജിമാ കൊണ്ട് അവൻ എന്തായില്ല? കുറ്റക്കാരനായിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് കഫാറത്തില്ല. വലിദാലിക, ഈ കാരണത്തിന് വേണ്ടി, അതായത് ഈ കുറ്റക്കാരനാകില്ല എന്ന ഈ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഖീല, ആ കാരണത്തിന് വേണ്ടി ഖീല പറയപ്പെട്ടു ലാ യുബ്തുലു സൗമുഹു, നേരത്തെ പറഞ്ഞ അസഹിൻ്റെ മുഖാബലയിൽ അവൻ്റെ നോമ്പ് ബാത്തിലാകില്ല എന്നൊരു ഖീലയുണ്ട്. അവിടെ അസഹ് പ്രകാരം നമ്മൾ പറഞ്ഞത് നോമ്പ് ബാത്തിലാകുമെങ്കിലും കഫാറത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുറ്റക്കാരനാകില്ല എന്ന ഇല്ലത്ത് പറഞ്ഞപ്പോൾ ആ ഇല്ലത്തിന് വേണ്ടിയിട്ട് ഖീലക്കാർ പറഞ്ഞു അവിടെ നോമ്പും ബാത്തിലാകില്ല. പിന്നെ ബുത്ലാനുഹു, പിന്നെ ആ നോമ്പിൻ്റെ ബാത്തിലാകുക എന്നുള്ളത് മഖീസുൻ, അതിനെ ഖിയാസാക്കപ്പെട്ടതാണ്. എന്തിൻ്റെ മേലിൽ? അലാമ, ഒരു മസലയുടെ മേൽ. എങ്ങനത്തെ മസല? ലൗ വന്നൽ ലൈല, രാത്രിയാണെന്ന് അവൻ ഭാവിച്ചു. വഖ്തൽ ജിമായി, ജിമാഇൻ്റെ സമയത്ത് രാത്രിയാണെന്ന് ഭാവിച്ചു. എന്നിട്ട് ഫബാന ഖിലാഫുഹു, എന്നിട്ട് അതിൻ്റെ ഖിലാഫ് വ്യക്തമായി. അപ്പോൾ രാത്രിയല്ല എന്ന് വ്യക്തമായി. അങ്ങനത്തെ ഭാവിച്ചുകൊണ്ട് ജിമാ ചെയ്ത ഒരു മസലയുടെ മേലാണ് ഇതിനെ എന്ത് ചെയ്യുക? ഖിയാസാക്കപ്പെടും, ഈ പിന്നെ നോമ്പ് ബാത്തിലാകുമെന്നതിനെ
ഖിയാസാക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ അസഹ് പ്രകാരം നോമ്പ് ജിമാ കൊണ്ട് പിന്നെ ബാത്തിലാകും എന്ന് പറഞ്ഞ അതനുസരിച്ച് അതിനെ ഇവിടെ ബാത്തിലാകുന്ന എന്തിൻ്റെ മേലാണ് ഖിയാസാക്കേണ്ടത്? രാത്രി പിന്നെ ആണ് എന്ന് ഭാവിച്ചിട്ട് വക്തിൻ്റെ ജിമാൻ്റെ സമയത്ത് രാത്രിയാണ് എന്ന് ഭാവിച്ചിട്ട് ജിമാ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഖിലാഫ് വ്യക്തമായാൽ അതിൻ്റെ മേൽ ആണ് ഈ മസല ഖിയാസാക്കപ്പെടുന്നത്. അവിടെ എന്ത് ചെയ്യും? പിന്നെ നോമ്പ് ബാത്തിലാകും. അല്ലാതെ എന്താണ് ആ അസഹിൻ്റെ മേലെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ നോമ്പ് ബാത്തിലാകുക എന്ന് വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ഇല്ലത്ത് പറയുകയാണെങ്കിൽ അപ്പം എന്താവില്ല, അവിടെ നോമ്പ് ബാത്തിലാകില്ല എന്നാണ് കീലക്കാർ പറയണത്. ഇവിടെ തുഹ്ഫ അവിടെ എഴുതി ഇൻകാനൽ അസഹു ബുത്തലാന സൗമിഹി എന്ന് പറഞ്ഞെടുത്ത് ബിഹാദൽ ജിമായി കമാലൗ ജാമ ലാന്നൻ ബഖ അല്ലൈലി ഫബാന ഖിലാഫുഹു ഉണ്ടോ? അങ്ങനെയാണ്. അപ്പോൾ ആ അസഹായ അഭിപ്രായം അനുസരിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മേലെന്ത് ചെയ്യണം? ഇതിനെ ഖിയാസാക്കണം. വ അനിൽ ഖാളി അബിത്തയ്യിബ് റഹ്മഹുല്ല അവരെ തൊട്ട് പറയപ്പെട്ടു എന്ത് വന്നു? അന്നഹു യഹ്തമിലു സാധ്യതയുണ്ട് എന്തിന്? അൻ തജിബൽ കഫാറത്ത അൻ തജിബൽ കഫാറത്ത് നിർബന്ധമാകാൻ, കഫാറത്ത് നിർബന്ധമാകുന്നതിന് സാധ്യതയുണ്ട് ഈ മസലയിൽ. കാരണം അന്ന ഹാദ വന്ന ഈ പറഞ്ഞ വന്ന് ഇവിടെ എന്ത് മറന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ചത് കൊണ്ട് നോമ്പ് മുറിഞ്ഞു എന്ന് ഭാവിച്ചു എന്നല്ലോ. ആ പറഞ്ഞ വന്നില യുബീഹുൽ വത്ത് അത് വത്തുഹിനെ ഹലാലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കഫാറത്ത് നിർബന്ധമാകാനാണ് സാധ്യത എന്ന് ഖാദി അബൂ തയ്യിബ് എന്നവരെ തൊട്ട് ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ വല അലാമൻ സന നാസിയൻ മറന്നുകൊണ്ട് വ്യഭിചരിച്ചവൻ്റെ മേലും കഫാറത്ത് നിർബന്ധമില്ല. എന്തിനെ മറന്നു? ലിസൗമി നോമ്പിനെ മറന്നിട്ട് ഇതിനെ ചെയ്തവൻ്റെ മേൽ. വഖുൽന നമ്മൾ പറയുകയും ചെയ്തു കമാഫിർ റൗള ഏത് നിലയിൽ? വഖുൽന നമ്മൾ പറഞ്ഞു കമാഫിർ റൗള വ അസ്ലിഹ അസ്ല് റൗളയിലും ഉള്ളതുപോലെ നമ്മൾ പറഞ്ഞു അസ്സൗമു നോമ്പാകുന്നത് യഫ്സുദു അത് ഫാസിദാകും ബിൽ ജിമാ കൊണ്ട് ഫാസിദാകും. നാസിയൻ മറന്നുകൊണ്ട് ജിമാ ചെയ്താൽ ആ ജിമാ കൊണ്ട് ഫാസിദാകുമെന്ന് നമ്മൾ പറയുന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കഫാറത്ത് നിർബന്ധമില്ല. കാരണം അന്നഹു ലം യഹ്സിം അവൻ കുറ്റക്കാരനായിട്ടില്ല ബിൽ ജിമാ കൊണ്ട് കുറ്റക്കാരനായിട്ടില്ല. എന്ത് കാരണം കൊണ്ട് കുറ്റക്കാരനാകുക? ബിസബിസോമി നോമ്പിൻ്റെ കാരണം കൊണ്ട് അവൻ ഈ ജിമാ ചെയ്തതുകൊണ്ട് കുറ്റക്കാരനാകില്ല എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അവന് കഫാറത്ത് നിർബന്ധമില്ല. കാരണം അന്നഹു നാസിൻ ലഹു കാരണം ആ ജിമാഇനെ അവൻ നോമ്പിനെ മറന്നിട്ടാണല്ലോ അവൻ ജിമാ ചെയ്തത്. അതുകൊണ്ട് അവൻ കുറ്റക്കാരനാവില്ല. വഖീല പറയപ്പെട്ടു തജിബു അലൈഹിൽ കഫാറത്തു ഇവിടെ മറന്നുകൊണ്ട് ഇതിനെ ചെയ്തവൻ്റെ മേലും കഫാറത്ത് നിർബന്ധമാകുമെന്ന് ഖീല. അപ്പോൾ ഈ മസ്അല വല അല മൻ സന നാസിയൻ ലിസൗമി എന്ന് പറഞ്ഞത് അത് ആദ്യം പറഞ്ഞതിൻ കൊണ്ട് ഇത് മതിയാകുമല്ലോ. പിന്നെന്തിനാ ഇത് ഈ പിന്നെ ഇവിടെ പറഞ്ഞത്? വല കഫാറത്ത അല നാസിൻ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പം പിന്നെ ഇവിടെ ഇത് നബിമാം എന്തിനാ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്? അതിനെക്കുറിച്ച് ഖൽയൂബിയിലും അതുപോലെ തന്നെ തുഹ്ഫയിലും പറയുന്നുണ്ട്. പിന്നെ വസറഹ ബിഹാദ മാ ഇൽമിഹി മിൻ ഖൗലിഹി സാബിഖി അല നാസിൻ എന്ന്
മുമ്പ് പറഞ്ഞല്ലോ, ആ പറഞ്ഞത് കൊണ്ട് ഈ മസ്അല അവിടെ നിന്ന് കിട്ടുമല്ലോ. അതുള്ളതോടുകൂടെ പിന്നെന്തിനാ ഇവിടെ ഇത് വീണ്ടും ഇങ്ങനെ ഈ മറന്ന് സിന ചെയ്തവൻ്റെ മേൽ എന്ന് പറഞ്ഞത്? അതിൽ അന്നഹു മിമ്മ യഖ്ഫ, അത് ഖഫിയായ ഒന്നിൽ പെട്ടതാണ്. യസിഹു, അത് സഹിയാകുകയും ചെയ്യുക പറഞ്ഞത്. കമാ കാലാഹു, അവർ രണ്ടുപേരും റാഫിമാമും നബിമാമും പറഞ്ഞതുപോലെ എന്ത് യകൂന ഹാദ, ഈ പറഞ്ഞ മസ്അല, അതായത് മറന്നുകൊണ്ട് ജിമാ ചെയ്തവൻ സിന ചെയ്തവൻ്റെ ഈ മസ്അല മുഫറഅൻ അലൽ ലഈഫി അന്നൻ നാസിയ യഫ്സുദു സൗമുഹു, മറന്ന് ജിമാ ചെയ്തവൻ അവൻ്റെ നോമ്പ് ഫസാദാകും എന്ന ലഈഫായ കൗലിൻ്റെ മേൽ തഫ്രീ ആക്കപ്പെട്ടതാകൽ സഹിയാവും. വഹീനയിദിൻ, അന്നേരം ലാ തക്റാറ ഫീഹി ബി വജ്ഹിൻ, അപ്പോൾ ഒരു നിലയ്ക്ക് അവിടെ തക്റാർ ഇല്ല. ആദ്യം പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിൽ പിന്നെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നുണ്ട് ഷെർവാനി അവിടെ എഴുതുന്നത്. ഇതിനെതിൽ ലാ തക്റാറാന്നെടുത്ത് അതിൽ അന്നമാ സബക്ക, ആദ്യം പറഞ്ഞ മറന്ന് ജിമാ ചെയ്തവൻ്റെ കഫാറത്തില്ല എന്ന് പറഞ്ഞത് മബിനിയുൻ അല അന്നൻ നാസിയ ലാ യഫ്സുദു സൗമുഹു, അവൻ്റെ നോമ്പ് ഫസാദാകില്ല എന്ന അഭിപ്രായത്തിന്മേലെടുത്തിട്ടാണ് ആ പറഞ്ഞത്. വഹാദ, ഈ പറഞ്ഞത് മബിനിയുൻ അല അന്നഹു യഫ്സുദു സൗമുഹു, അവൻ്റെ നോമ്പ് ഫാസിദാകും എന്ന അഭിപ്രായത്തിന്മേലെടുത്തിട്ടാണ് പിന്നെ ഇവിടെ ഇതും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും തമ്മിൽ എന്തില്ല, തക്റാറില്ല, രണ്ടും തക്റാറില്ല എന്നാണ്. പിന്നെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ